ജീപ്പ്? എടോ ജീപ്പ് എവിടെയെന്ന്? ഇപ്പൊ വരും സാർ. ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ പിള്ളേരെ വീട് വരെ ഒന്ന് വിടാൻ പോയതാ. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എവിടുത്തെ ഡിവൈഎസ്പി ആടോ? കലി പിടിച്ച എല്ലാത്തിനെയും ഞാൻ വാരി വലിച്ചിടിക്കും. പോയി കൊണ്ടുപോടോ ജീപ്പ്. ഇങ്ങോട്ട് ഇറങ്ങണം. ഇനിയിപ്പോ ഞാൻ ഓടിക്കാൻ പോവാ. എനിക്കും അറിയാം അടിക്കാൻ. ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്കിടിക്കണം. ഇങ്ങോട്ട് എന്തോ ഇത്? ഇവിടെ എനിക്കിടിക്കണം. ഇട ഇങ്ങോട്ട് വാടാ. പഴയ ഫുട്ബോൾ പ്ലെയറാടാ ഞാൻ. ഇവരെ നിന്റെ നെക്ക് പരി. ഇനി ആരാ? ഇവന് ഞാൻ വേറൊരു സ്റ്റൈല് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അയ്യോ കീറി 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 കീറി. അങ്ങോട്ട് വിട് രമേശ. ഇവനെ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങോട്ടാ വേണം. അവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി അങ്ങ് പോവാന്ന് വെച്ചത്. അതുവഴി പോയാൽ എങ്ങനെ? എനിക്കാ മതിൽ കയറാൻ പറ്റില്ലല്ലോ. വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ചുമ്മാ കളി തമാശ എടുക്കാതെ രമേശ. ഒന്നിറങ്ങി നേരെ ചൊവ്വയുള്ള വഴിയെ പോ. നീ അറിയാതെ ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എന്നെ പിന്തുടരാനോ? കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? എന്ത് ശബ്ദം? മെതിയടി ശബ്ദം. മെതിയുടെ ശബ്ദമൊന്നും ഞാൻ കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട്. മരണത്തിന്റെ മെതിയടി. അങ്ങോട്ട് പോവാ. വരുന്നോ? രമേശ, ഇനി നീ എന്നെ വെട്ടിച്ചു പോയാൽ സത്യമായിട്ടും ഈ ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ചുകളെ. ആയിക്കോ. എനിക്കേ എളുപ്പം ചെന്നിട്ട് കാര്യമുണ്ട്. മരണത്തിന്റെ മെതിയടി. എന്താ എന്താ പ്രശ്നം? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എന്നെ കൊണ്ട് പറ്റില്ല ഈ പണി. അനുനിമിഷം അവൻ ആളെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുക. എന്തോന്നാ അപ്പുക്കുട്ട ഈ മാരാര പരമേശ്വര? പരമേശ്വര ബാക്കി വായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ കാര്യം? അപ്പുക്കുട്ട, ഈ സാധനത്തിന് പറഞ്ഞു വെച്ചിരിക്കുന്ന വില എത്രന്നറിയോ? എത്ര? കോടിക്കണക്കിന് രൂപയാ. കൊടുത്ത് നമുക്ക് പപ്പാതി എടുക്കാം. അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. വരട്ടെ. ഒരുപക്ഷെ തന്റെ ഈ തുമ്പിലായിരിക്കും രമേശിന്റെ ചരിത്രം ഉറങ്ങുന്നത്. മെർലിൻ ഫെർണാണ്ടസ് വിവാഹിതയാകുന്നു. വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് കുതിച്ചു കയറി യുവ മനസ്സുകളുടെ ഹരമായി മാറിയ സ്റ്റേജ് ഗായിക മെർലിൻ 16-ാം തീയതി വിവാഹിതയാകുന്നു. AKC വ്യവസായ സ്ഥാപനങ്ങളുടെയും കൈരളി പ്ലാന്റേഷൻസിന്റെയും MD ആയ തോമസ് ജേക്കബാണ് വരൻ. സാംസ്കാരിക നായകന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ കർപ്പൂക്കര വലിയ പള്ളിയിൽ വൈകുന്നേരം 5 മണിക്കാണ് വിവാഹം നടക്കുക. വിവാഹശേഷം മെർലിൻ സ്റ്റേജ് പരിപാടികളിൽ നിന്ന് വിരമിക്കുമെന്നും അറിവായിട്ടുണ്ട്. ഫോൺ
ആർക്കും ഈ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഡാ ഞാൻ എടുത്തോളാം. ഹലോ, തോമസ് ജേക്കബ്, ഇത് ഞാനാണ്. യെസ്. നമ്മൾ രണ്ടും ഇന്ന് ഭാഗ്യം കെട്ട ഒരു കളിക്കളത്തിലാണ്. ജീവനാണ് ഇവിടുത്തെ പന്തയം. ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. ജയിക്കുന്നവൻ ജീവിക്കും, തോൽക്കുന്നവൻ മരിക്കും. എന്താടാ ഇത്? ഇരുട്ടിൽ തപ്പിത്തടയുന്ന എനിക്ക് ഈ മത്സരത്തട്ടിന്ന് പിന്മാറാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. ഐ എം സോറി രമേഷ്. ഹലോ, മെർലിനോട് സംസാരിക്കണം. ഇടച്ചെറുക്കാൻ നിനക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ? നീ കാരണം ഞങ്ങളുടെയൊക്കെ പണിയാ തെറിക്കാൻ പോകുന്നത്. എന്നിട്ട് നിന്റെ വിളച്ചിൽ നിർത്താറായില്ല അല്ലേ? എനിക്ക് മെർലിനോടാണ് സംസാരിക്കേണ്ടത്. അവരെ വിളിക്കാനും സംസാരിക്കാനും ഇപ്പൊ ഒരാളുണ്ട്. അദ്ദേഹം അല്ലാണ്ട് വേറൊരാളുടെ ഫോണും അങ്ങോട്ട് കൊടുക്കണ്ടെന്നാ ഇവിടെ ഏർപ്പാട് ചെയ്തേക്കണേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, സൗകര്യം പോലെ ഞാൻ പറഞ്ഞോളാം. എന്നാ പറഞ്ഞേക്ക്. 16-ാം തീയതി വിവാഹം നടന്നാൽ അന്നേ ദിവസം മണിക്കൂറുകൾക്കകം മെർലിൻ മരിക്കും, തോമസ് ജേക്കബ് മരിക്കും, ഞാനും മരിക്കും. എല്ലാ മരണവും എന്റെ കൈകൊണ്ട് മാത്രമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾക്ക് ചോരമണമായിരിക്കും. ചോരമണം. മനസ്സിലായോ? ഞാനിപ്പോ അയാളോട് പറഞ്ഞതൊക്കെ രജിസ്റ്റേർഡ് പോസ്റ്റ് മെർലിൻ അയച്ചു കൊടുക്കണം. സാർ കുറച്ചുകൂടി ആലോചിച്ച്. വേണ്ട, ഗുണദോഷങ്ങളൊന്നും വേണ്ട. പറയും പോലെ കേട്ടാ മതി. പൊക്കോ. അബ്ദുള്ള, എന്നെ രക്ഷിക്കാൻ നോക്കരുത്. നോക്കൂ. ഇല്ല. പൊക്കോ. ജനനം 19/4/72. മരണം 16/12/94. ജനനം അറിയില്ല. മരണം അതേ ദിവസം.